ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പൈപ്പ് ആൻഡ് ടാങ്ക് അല്ലെങ്കിൽ പൈപ്പ്സ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ടൈം ആൻഡ് വർക്കിൻ്റെ അനിയനായിട്ട് വരുന്നൊരു ചാപ്റ്ററാണിത്. ഒത്തിരി ചോദ്യങ്ങൾ എക്സാമുകൾക്ക് വരാറില്ല, പക്ഷേ പല എക്സാമുകൾക്കും ചോദ്യങ്ങൾ വരാറുമുണ്ട്. അപ്പോൾ യൂഷ്വലി ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണോ PSC പരീക്ഷകൾക്കെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പലപ്പോഴും ഇതിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും മീഡിയം ലെവൽ ചോദ്യങ്ങളും സിമ്പിൾ ചോദ്യങ്ങളും ഒക്കെ വരാറുമുണ്ട്. അപ്പം നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷകൾക്ക് ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഈ ചാപ്റ്ററിനെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുവാണ് നമ്മൾ. എല്ലാവരെയും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് നോക്കാം. മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ 5 ചോദ്യങ്ങളാണ്. ഓക്കെ, ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. ആദ്യം തന്നെ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ശരി, ടാറ്റ, ബൈ ബൈ പറഞ്ഞോളുക. സംശയമുണ്ട്, എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻസ് കേൾക്കുക. അപ്പം ശരി, തുടങ്ങാം. ഓരോ ചോദ്യങ്ങളായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 2 taps can fill together a tank in 6 hours and 40 minutes. ഓക്കെ, അതായത് 2 ടാപ്പുകൾക്ക് ഒരുമിച്ച് ഒരു ടാങ്ക് 6 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് നിറയ്ക്കാൻ കഴിയും. 1 can fill it independently in 15 hours. The other can fill in. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 2 ടാപ്പുകളുണ്ട് മക്കളെ. ഒന്നാമത്തെ ടാപ്പും രണ്ടാമത്തെ ടാപ്പും. ഈ 2 ടാപ്പുകൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ടാങ്ക് ഫില്ലാവാൻ 6 മണിക്കൂർ 40 മിനിറ്റ് വേണം അല്ലേ? ഇവനെ കാണുമ്പോഴേ നമുക്കൊരു പന്തികേട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ 6 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ളതിനെ നമുക്കൊന്ന് വൃത്തിയാക്കി എഴുതിയാലോ? 6 മണിക്കൂർ 40 മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ ബൈ 60 ചെയ്യണം. 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40/60 മണിക്കൂറാണ്. എന്ന് പറഞ്ഞാൽ 2/3 അവറാണ്. 2/3 അവർ കണ്ടോ? സോ അപ്പോൾ അതിനെ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇപ്പോൾ ഒരു മിക്സർ ഫ്രാക്ഷൻ. ഇനി ഇതിനെ 20/3 എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് മണിക്കൂറിലേക്ക് മാറ്റി എഴുതാം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് 6 മണിക്കൂർ 40 മിനിറ്റ് ഇങ്ങനെ മണിക്കൂറിലും മിനിറ്റിലുമായിട്ട് കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ 6 മണിക്കൂർ എന്നുള്ളത് ഓൾറെഡി മണിക്കൂറിൽ ഞാൻ ഒന്നും ചെയ്തില്ല. 40 മിനിറ്റ് എന്നുള്ളതിനെ അവറിലേക്ക് മാറ്റുമ്പം മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ ബൈ 60 ചെയ്യണം എന്ന് ഓർക്കുക. അപ്പോൾ ഇതും വെട്ടിപ്പോകുമ്പോൾ 2/3 എന്ന് വന്നോളും. കണ്ടോ? അപ്പം 40 മിനിറ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ 2/3 എന്ന് എഴുതി. കണ്ടോ? ഇപ്പോൾ ഇതൊരു മിക്സർ ഫ്രാക്ഷനായി. ഇനി ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നമാക്കി എഴുതിയാൽ മതി. അതിന് ഇവന്മാരെ തമ്മിൽ ഗുണിച്ച് 18, അതിൻ്റെ കൂടെ 2 കൂട്ടി 20, അത് മുകളിൽ എഴുതി, താഴത്തെ 3 അതേപടി താഴേക്ക് എഴുതി. അപ്പോൾ 6 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20/3 മണിക്കൂറാണ്. അപ്പോൾ 2 ടാപ്പും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ 20/3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഓക്കെ, ഇനി ഇതിലെ ഒരു ടാപ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ 15 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. എങ്കിൽ ഈ രണ്ടാമത്തെ ടാപ്പ് മാത്രം പ്രവർത്തിച്ചാൽ എത്ര ടൈം എടുക്കും ടാങ്ക് നിറയാൻ എന്നതാണ് ചോദ്യം. വ്യക്തമല്ലേ മക്കളെ? ആണ്. അതായത് 2 ടാപ്പുകളും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ 20/3 മണിക്കൂർ എടുക്കും. ഒരു ടാപ്പ് മാത്രം പ്രവർത്തിച്ചാൽ 15 മണിക്കൂർ എടുക്കും. എങ്കിൽ രണ്ടാമത്തെ ടാപ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും? നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ടൈം ആൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേ ലോജിക്കുകൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊന്ന് മനസ്സിലാക്കുക. നമുക്കിങ്ങനെ പഠിക്കാം. 2 ടാപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എക്സ് മണിക്കൂർ അല്ലെങ്കിൽ എക്സ് മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുകയും അതിൽ ഒന്നാമത്തെ ടാപ്പ് മാത്രം പ്രവർത്തിച്ചാൽ വൈ മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുകയും ചെയ്താൽ രണ്ടാമത്തെ ടാങ്ക് മാത്രം പ്രവർത്തിച്ച് ടാങ്ക് നിറയ്ക്കാൻ വേണ്ട സമയം കാണാൻ x/y ഡിവൈഡഡ് ബൈ y - x ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ 2 ടാപ്പും കൂടെ ഒരുമിച്ച് എക്സ് മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കും. അതിൽ ഒരെണ്ണം മാത്രം പ്രവർത്തിച്ചാൽ വൈ മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയുമെങ്കിൽ രണ്ടാമത്തേത് മാത്രം പ്രവർത്തിച്ചാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം x/y ഡിവൈഡ് ബൈ y - x കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാതെ പഠിച്ചു വെക്കുക. അത് ഈ സംഭവം കാണാതെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നേരെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. എക്സ് ഇൻറ്റു വൈ 20/3 എക്സ്, വൈ എന്ന് പറഞ്ഞാൽ 15. ഓക്കെ, ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് ചെയ്യണം. 15 മൈനസ് 20/3 അല്ലേ. സോൾവ് ചെയ്തെടുക്കുമ്പം ഇവനെയും തട്ടിക്കളയാൻ 5, മുകളിൽ 100 വരും. ആണോ കുഞ്ഞുങ്ങളെ? താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 മൈനസ് 20 25 എന്ന് കിട്ടും, /3 വരും. ഹരിക്കാനുള്ള നിയമം തിരിച്ചിട്ട് ഗുണിക്കാനാണെന്നറിയാം. അപ്പം 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 3/25 എന്ന് വരും. ഇവനെയും വെട്ടിക്കളയാം. 4 ഇൻറ്റു 3 നമുക്ക് ആൻസർ 12 എന്നാണ് കിട്ടുന്നത്. ആൻസർ 12 അവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 12 അവേഴ്സ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കാണാതെ പഠിച്ചോണം കേട്ടോ. ഓക്കെ, 2 ടാപ്പ് ഒരുമിച്ച് എക്സ് മണിക്കൂർ കൊണ്ടും ഒന്നാമത്തെ ടാപ്പ് മാത്രം വൈ മണിക്കൂർ കൊണ്ടും നിറയ്ക്കുമെങ്കിൽ രണ്ടാമത്തെ ടാപ്പ് ടാങ്ക് നിറയ്ക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ വൈ മൈനസ് എക്സ്. കണ്ടോ, 2 പേര് ഒരുമിച്ച് ജോലി എക്സ് ദിവസം കൊണ്ടും ഒരാൾ തന്നെ വൈ ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ജോലി തീർക്കാൻ വേണ്ട സമയം നമ്മൾ ടൈം ആൻഡ് വർക്കിൽ എങ്ങനെയാണോ ചെയ്തത് അതേ ഇക്വേഷൻ. ശരി, ഇനി ഇത് എഫിഷ്യൻസിയുടെ ലോജിക്ക് ചെയ്യാം. പക്ഷെ തൽക്കാലം ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എഫിഷ്യൻസി LCM അതിലേക്കൊന്നും പോകണ്ട. ഇതൊന്നും കാണാതെ പഠിച്ചു നോക്കുക. ഇത്രയല്ലേ ഉള്ളൂ പഠിക്കാൻ. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ച് ചെയ്യുക കേട്ടോ. ശരി, രണ്ടാമത്തെ ചോദ്യം. എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ഇൻ 10 hours ബട്ട് ഇറ്റ് ടേക്ക് 12 hours ഡ്യൂ ടു എ ലീക്ക് ഇൻ ഇറ്റ്സ് ബോട്ടം. ഇഫ് ദ ടാങ്ക് ഈസ് ഫുൾ ദെൻ ദ ടൈം ദാറ്റ് ദ ലീക്ക് വിൽ ടേക്ക് ടു എംപ്റ്റി ഇറ്റ് ഈസ്. അല്ലേ എന്ന് പറഞ്ഞാൽ മക്കളെ, സാധാരണഗതിക്ക് ഒരു ടാങ്ക് 10 മണിക്കൂർ കൊണ്ട് നിറയേണ്ടതാണ്. അപ്പം ഒരു ഫില്ലിംഗ് പൈപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഫില്ലിംഗ് പൈപ്പ് ഉപയോഗിച്ചാൽ സാധാരണഗതിക്ക് 10 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയേണ്ടതാണ്. പക്ഷെ ഇത്തവണ ഈ ടാങ്ക് ഓണാക്കിയിട്ട് 10 മണിക്കൂർ കഴിഞ്ഞിട്ടും ടാങ്ക് നിറഞ്ഞില്ല. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഒരു ലീക്കും കൂടെ ഫോം ആയായിരുന്നു. അതുകൊണ്ടാണ് ടാങ്ക് നിറയാതെ പോയത്. സോ ലീക്കും കൂടെ ഉള്ളത് കൊണ്ട് 12 മണിക്കൂർ എടുത്തു ടാങ്ക് നിറയാൻ. അപ്പം ഫില്ലിംഗ് പൈപ്പും ലീക്കും കൂടെ പ്രവർത്തിച്ചപ്പം 12 മണിക്കൂർ എടുത്തു ടാങ്ക് നിറയാൻ. ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഫില്ലിംഗ് പൈപ്പ് ഒരു ടാങ്ക് നോർമലി 10 മണിക്കൂർ കൊണ്ട് നിറയേണ്ടതാണ്. പക്ഷേ ലീക്കും കൂടെ ഉണ്ടായത് കൊണ്ട് രണ്ടും കൂടെ അറ്റ് എ ടൈം പ്രവർത്തിച്ചു. അതായത് വെള്ളം വരികയും ചെയ്തു, വെള്ളം പോവുകയും ചെയ്തു. അതുകൊണ്ട് 10 മണിക്കൂർ കൊണ്ട് നിറയേണ്ടത് 12 മണിക്കൂർ എടുത്ത് നിറയാൻ. എങ്കിൽ ഈ ലീക്ക് മാത്രം തുറന്നു കിടന്നാൽ ടാങ്കിലെ വെള്ളം മുഴുവൻ എംപ്റ്റി ആവാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതും മിക്കപ്പോഴും വരുന്നതാണ്. അപ്പം നിങ്ങൾ ഇതും ഒന്ന് കാണാതെ പഠിക്കുക. ഫില്ലിംഗ് പൈപ്പും ലീക്കും കൂടെ പ്രവർത്തിക്കുമ്പം എക്സ് മണിക്കൂറും, എന്നാൽ ഫില്ലിംഗ് പൈപ്പ് മാത്രം പ്രവർത്തിക്കുമ്പം വൈ മണിക്കൂറും എടുത്താൽ ലീക്ക് മാത്രം പ്രവർത്തിച്ച് ടാങ്ക് എംപ്റ്റി ആക്കാൻ വേണ്ട സമയം കാണാൻ തമ്മിൽ ഗുണിക്കുക ഡിവൈഡഡ് ബൈ താഴെ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക എന്ന് ഓർത്താൽ മതി. തമ്മിൽ ഗുണിക്കുക, താഴെ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. മുമ്പത്തെ സെയിം ഇക്വേഷൻ തൊട്ട് മുമ്പ് ചെയ്ത് എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ്. വൈ മൈനസ് എക്സ് എന്ന് ഓർക്കേണ്ട, ഡിഫറൻസ് എത്രയാണോ അതങ്ങ് എടുത്താൽ മതി. എക്സ് ഏതാ വൈ എന്നൊന്നും ചിന്തിക്കാൻ പോകണ്ട. അപ്പം ഇവിടെ അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ഫില്ലിംഗ് പൈപ്പും ലീക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് ഇത്ര സമയം എടുത്തു. ഫില്ലിംഗ് പൈപ്പ് മാത്രം ഇത്ര സമയം കൊണ്ട് നിറയ്ക്കും. എങ്കിൽ ലീക്ക് മാത്രം എത്ര സമയം കൊണ്ട് എംപ്റ്റി ആക്കുമെന്ന് ചോദിച്ചാൽ സെയിം ഇക്വേഷൻ കേട്ടോ. അപ്പം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും മക്കളെ? 10 × 12 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് 2 ആണോ? 120/2 ആൻസർ 60 മണിക്കൂർ എന്ന് ഉത്തരം കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ ആണല്ലോ അല്ലേ? സോ ഈ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണേ. ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്. അതായത് ഇത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ LCM മെത്തേഡ് ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല മക്കളെ. ഇത് എപ്പോഴും ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം, ഈ ചോദ്യം ഒന്നുകൂടെ കണക്ട് ചെയ്ത് മനസ്സിലാക്കിക്കേ. 2 പൈപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ടാങ്ക് നിറയാൻ എക്സ് മണിക്കൂറും, ഒന്നാമത്തെ പൈപ്പ് മാത്രം പ്രവർത്തിച്ച ടാങ്ക് നിറയാൻ വൈ മണിക്കൂറും വേണമെങ്കിൽ രണ്ടാമത്തെ പൈപ്പ് മാത്രം പ്രവർത്തിച്ച ടാങ്ക് നിറയാൻ വേണ്ട സമയം കാണാൻ എക്സ് വൈ ഡിവൈഡഡ് ബൈ അവയുടെ ഡിഫറൻസ്. അത് നമ്മൾ വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞ് പഠിച്ചു. എക്സ് വൈ ബൈ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അതേ ഇക്വേഷനാണ് ഇവിടെ. ഒരു ഫില്ലിംഗ് പൈപ്പിൽ ലീക്കും കൂടെ പ്രവർത്തിച്ചാൽ എക്സ് മണിക്കൂർ വേണം. ഫില്ലിംഗ് പൈപ്പ് മാത്രം പ്രവർത്തിച്ചാൽ വൈ മണിക്കൂർ വേണം. എങ്കിൽ ലീക്ക് മാത്രം പ്രവർത്തിച്ചാൽ എംപ്റ്റി ആവാൻ വേണ്ട സമയം
എക്സ് ഇൻറ്റു വൈ ബൈ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ? ശരി, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം. എ ടാങ്ക് ഹാസ് 3 ഇൻലെറ്റ് വാൽവ്സ് പി ക്യു ആർ ടു ഫിൽ എ ടാങ്ക്. If P or Q or R one at a time is opened, the tank will be filled in 6 hours, 3 hours and 2 hours respectively. അപ്പോൾ പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്, 3 ഫില്ലിംഗ് പൈപ്പുകളാണ്. പി തുറന്നാൽ 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും, ക്യൂ തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും, അതുപോലെ 6 തുറന്നാൽ 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഹൗ മച്ച് ടൈം will taken to fill the tank if all the 3 valves are opened at a time? 3 പൈപ്പും കൂടെ ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിന് നമ്മൾ കൺസെപ്റ്റ് വെച്ചാൽ ചെയ്യുന്നത്. ഇതിനൊന്നും ഇക്വേഷൻ പഠിക്കുന്നില്ല. മുമ്പേ പഠിച്ച 2 ചോദ്യം റിപ്പീറ്റ് ആയിട്ട് ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഇക്വേഷൻ വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ, വെറുതെ ഗുണിച്ച് എക്സ് ഇൻറ്റു വൈ ബൈ ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. രണ്ടും ഒരേ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെക്കുക. ഇതിന് നമുക്ക് ലോജിക്ക് യൂസ് ചെയ്യാം. മക്കളെ, പി 6 മണിക്കൂർ കൊണ്ട് ടാങ്കി നിറയ്ക്കും, ക്യൂ 3 മണിക്കൂർ കൊണ്ട് ടാങ്കി നിറയ്ക്കും, ആർ 2 മണിക്കൂർ കൊണ്ട് ടാങ്കി നിറയ്ക്കും. ഈ 3 സംഖ്യകളുടെ LCM എടുക്കുന്നതായിരിക്കും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. 6ൻ്റെയും 3ൻ്റെയും 2ൻ്റെയും LCM 6 എന്ന് കിട്ടും. ഇത് ടോട്ടൽ കപ്പാസിറ്റിയാണ് ടാങ്കിൻ്റെ എന്ന് മനസ്സിലാക്കുക. നമ്മൾ ടൈം ആൻഡ് വർക്കിൽ ടോട്ടൽ വർക്ക് എന്നല്ലേ എടുക്കുന്നത്. പൈപ്പ് ആൻഡ് ടാങ്കിൻ്റെ കേസിൽ ഇത് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതിനൊരു ലിറ്റർ എന്നുള്ളൊരു പേരും കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ അത് മനസ്സിലാവുന്ന രീതിക്കാവും. അപ്പോൾ LCM ആയി കിട്ടുന്ന സാധനം ഇവിടെ ടോട്ടൽ വർക്കല്ല, പകരം ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ആണ്. അപ്പോൾ ടാങ്കിന് 6 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ വീട്ടിലെ ടാങ്കൊക്കെ എത്ര ലിറ്ററിൻ്റെയാണ്? സാധാരണ 500, 1000 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ വീട്ടിൽ വെക്കാറ്. അപ്പോൾ ഇവിടെ 6 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ മാക്സിമം 6 ലിറ്റർ വെള്ളം കൊള്ളുന്ന അർത്ഥം. ഇനി എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി കാണാൻ 6/6 ചെയ്യുമ്പോൾ 1 കിട്ടും, 6/3 ചെയ്യുമ്പോൾ 2 കിട്ടും, 6/2 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ ഓരോ ടാപ്പിൻ്റെ എഫിഷ്യൻസി കിട്ടി. ഓക്കെ, പിയുടെ 1, ക്യൂവിൻ്റെ 2, ആറിൻ്റെ 3. ഇനി ടൈം ആൻഡ് വർക്കിൽ എഫിഷ്യൻസിയുടെ അർത്ഥം ഒരു ദിവസം കൊണ്ട് അത്രയും ജോലി ചെയ്യുന്നു. അപ്പം പിയുടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് വർക്ക് അർത്ഥം ഒരു ദിവസം ഒരു ജോലി ചെയ്യും എന്നാണ്, അല്ലേ? പക്ഷെ പൈപ്പ് ആൻഡ് ടാങ്കിൽ ആ അർത്ഥം ശരിയാവുകയില്ല. അപ്പോൾ ഇവിടെ അർത്ഥം ഇത് അവർ ബേസ് ചെയ്തുള്ള കണക്കല്ലേ. ഇവിടെ പിയുടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 1 ലിറ്റർ പി നിറയ്ക്കും എന്നർത്ഥം. ക്യൂവിൻ്റെ എഫിഷ്യൻസി 2 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 2 ലിറ്റർ വെള്ളം നിറയ്ക്കുന്ന അർത്ഥം. ആറിൻ്റെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 3 ലിറ്റർ നിറയ്ക്കും എന്നർത്ഥം. അങ്ങനെ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുക. അപ്പോൾ പൈപ്പ് ആൻഡ് ടാങ്കിൽ 6ൻ്റെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ 6 1 മണിക്കൂർ കൊണ്ട് 3 ലിറ്റർ വെള്ളം നിറയ്ക്കും. ഈ 1 മണിക്കൂർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം മണിക്കൂറിനെ ബേസ് ചെയ്തല്ലേ പറഞ്ഞേക്കുന്നത്. മിനിറ്റിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോണം, മണിക്കൂറിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോണം. അപ്പോൾ ഇതാണ് അവിടെ എഫിഷ്യൻസിയുടെ അർത്ഥം. നോട്ട് ചെയ്ത് വെച്ചോണം, ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം നിങ്ങൾ പറ, പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും കൂടെ എഫിഷ്യൻസി എത്രയാ? പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 6 കിട്ടും. അതിൻ്റെ അർത്ഥം പിയും ക്യൂവും 6 കൂടെ പ്രവർത്തിച്ചാൽ 1 മണിക്കൂറിൽ 6 ലിറ്റർ വീതം നിറയും. അപ്പോൾ 6 ലിറ്ററിൻ്റെ ടാങ്ക് നിറയാൻ വേണ്ട സമയം 6/6, അതായത് 1 മണിക്കൂർ സമയം. ആൻസർ ഓപ്ഷൻ ബി കറക്റ്റായിട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലാക്കുക കേട്ടോ. നന്നായിട്ട് എന്ത് മനസ്സിലാക്കി പഠിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. An outlet valve MD is 3/8 part of the tank in 12 minutes. 3/8 പാർട്ട് MD ആക്കാൻ 12 മിനിറ്റ് വേണം. To empty the remaining part, it should further take. ബാക്കി ഭാഗം കൂടെ MD ആക്കാൻ എത്ര സമയം വേണം? ഇതിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതിയേ. 8 ആയിട്ട് വീതിച്ചു. 8ൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ 8ആയിട്ട് വിധിച്ചതിൽ 3 ഭാഗം. ഈ 3 ഭാഗം അല്ലെങ്കിൽ 3 പാർട്ട് MD ആവാൻ 12 മിനിറ്റ് സമയം വേണം. 3 പാർട്ട് MD ആവാൻ 12 മിനിറ്റ് സമയം വേണം. ബാക്കി മക്കളെ 5 പാർട്ടില്ലേ? അപ്പം 5 പാർട്ട് ബാക്കിയുണ്ട്. അത് MD ആവാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കാമല്ലോ. 8ൽ 3 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 8ആയിട്ട് വിധിച്ചതിൽ 3 ഭാഗം. ഈ 3 ഭാഗം MD ആവാൻ 12 മിനിറ്റ് വേണം.
3 ഭാഗം കഴിഞ്ഞ് ബാക്കി 5 ഭാഗം ഇല്ലേ 8 ആവാൻ. അപ്പോൾ 5 ഭാഗം എം ടി ആവാൻ എത്ര സമയം വേണം നോക്കി ഉത്തരവായി. ഈ ഉത്തരം കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 12 ഡിവൈഡഡ് ബൈ 3 അല്ലേ. സോ ആൻസർ 20 മിനിറ്റ് എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ചെയ്ത ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8ൽ 3 എന്ന് പറഞ്ഞാൽ 8ആയിട്ട് വീതിച്ചതിൽ 3 എന്ന അർത്ഥം. ആ 3 ഭാഗം എം ടി ആവാൻ 12 മിനിറ്റ്, ബാക്കി 5 ഭാഗമുണ്ട്. 5 ഭാഗം എം ടി ആവാൻ എത്ര സമയം എന്ന് കണ്ടുപിടിക്കാം? 20 മിനിറ്റ് വേണമെന്ന് കിട്ടും. ശരി, നമ്മുടെ 5ാമത്തെ ചോദ്യം. 4 ടാപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 hours. 4 ടാപ്പുകൾക്ക് ഒരു ടാങ്ക് എം ടി ആക്കാൻ 10 മണിക്കൂർ വേണമെങ്കിൽ 6 ടാപ്പുകൾക്ക് ഈ ടാങ്ക് എം ടി ആക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. മക്കളെ, ടൈം ആൻഡ് വർക്കിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. 4 ടാപ്പുകൾക്ക് 10 മണിക്കൂർ വേണമെങ്കിൽ 6 ടാപ്പുകൾക്ക് എത്ര സമയം വേണം? ഉത്തരം കാണാൻ കിടക്കുന്ന ഫോർമാറ്റിൽ നേരെ നേരെ ചെയ്താൽ മതി. 4 × 10 ഡിവൈഡഡ് ബൈ 6 അല്ലേ. സോ സോൾവ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ? 20 ഡിവൈഡഡ് ബൈ 3 മണിക്കൂർ എന്ന് കിട്ടും അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലേ, 5 ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 12 ദിവസം വേണമെങ്കിൽ 6 ആളുകൾക്ക് ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം? ഇതിൻ്റെ ഉത്തരം കാണാൻ 5 × 12 നേരെ നേരെയല്ലേ ചെയ്തേ? 5 × 12 ബൈ 6 എന്നല്ലേ ചെയ്തേ? N1 D1 = N2 D2 എന്നുള്ള ലോജിക്ക് അല്ലേ. സോ ആൻസർ 10 ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കും, ആണോ? അതേപോലെ തന്നെ 4 ടാപ്പിന് 10 മണിക്കൂർ വേണമെങ്കിൽ 6 ടാപ്പിന് എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 4 × 10 ബൈ 6 ഉത്തരം 20 ബൈ 3 മണിക്കൂർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ്. ഓക്കെ, അപ്പം ഇന്നത്തെ 5 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. ഞാൻ പരമാവധി ആക്ച്വലി പൈപ്പ് ആൻഡ് ടാങ്കിൻ്റെ ക്ലാസ് അല്ല എടുക്കുന്നത്. പൈപ്പ് ആൻഡ് ടാങ്കിനെ കുറിച്ചൊരു ബേസിക് ധാരണയുള്ള കുട്ടികൾക്ക് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് കണ്ടിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുന്നതായിരിക്കും മേ ബി കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഓരോ ചോദ്യം പറയുമ്പോൾ അതിൻ്റെ പരമാവധി എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മക്കളെ. നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ LCM ആൻഡ് HCF എന്ന പോർഷനിൽ LCM എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ കിടപ്പുണ്ട്. ഫസ്റ്റ് വീഡിയോ ആയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക, അതിൽ LCM HCF എന്നുള്ള ടോപ്പിക് എടുക്കുക, അതിൽ ഫസ്റ്റ് വീഡിയോ LCM എങ്ങനെ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കും, അതൊന്ന് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. കാരണം ഇവിടെ എല്ലാം LCM എടുത്ത് ചെയ്യുന്നുണ്ടോ, പലരും ഈ ഫാക്ടറൈസേഷൻ ചെയ്ത് പോകുന്നത് കാണാം. നമ്മുടെ സമയമെല്ലാം പോകും. മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം, നല്ല സിമ്പിളാണ് അത്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കണ്ടേക്കണം ആ വീഡിയോ കേട്ടോ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്ത് തന്നേക്കാവേ. അപ്പം ടെലഗ്രാം ചാനലിൻ്റെ പേര് കാര്യം മറക്കണ്ട, ജോസ് കാപ്പൻ, ക്യാപിറ്റൽ ലെറ്റർ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്താൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മളിടുന്ന അപ്ഡേഷൻസ് മിസ്സായി പോവാതിരിക്കാൻ, കാരണം യൂട്യൂബിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നില്ല. അപ്പം മിസ്സായി പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ അത് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഉപകാരപ്പെടും. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു മക്കളെ.